വി.ഡി. സതീശൻ സർക്കാരിന്റെ ധവളപത്രത്തിലെ പൊള്ളത്തരങ്ങളെ തുറന്നുകാട്ടി CPIM ബദൽ ധവളപത്രം. യഥാർത്ഥ വസ്തുതകളെയും കണക്കുകളെയും മറച്ചുവെച്ചതാണ് UDF ധവളപത്രമെന്ന് പിണറായി വിജയൻ. CPIM പുറത്തിറക്കിയ വസ്തുതകളുടെ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. AKG പഠന ഗവേഷണ കേന്ദ്രമാണ് ധവളപത്രം തയ്യാറാക്കിയത്. 10 വർഷം കൊണ്ട് LDF കേരളത്തിന്റെ കടബാധ്യത അനിയന്ത്രിതമായി ഉയർത്തിയെന്നാണ് UDF സർക്കാരിന്റെ ധവളപത്രം പറയുന്നത്. യഥാർത്ഥ വസ്തുത അതല്ല എന്നിരിക്കെയാണ് കള്ളക്കണക്കുകൾ വെച്ച വി.ഡി. സതീശൻ സർക്കാർ LDFന്മേൽ കുറ്റം ചാരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1.93 മടങ്ങ് വരെ കടബാധ്യത വർദ്ധിച്ചിരുന്നു. ഈ കണക്ക് കുറച്ചുകൊണ്ടുവരിക മാത്രമാണ് LDF സർക്കാർ ചെയ്തത്. ഈ യാഥാർത്ഥ്യം വസ്തുതകളുടെ ധവളപത്രം തുറന്നു കാണിക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ പറയുന്നു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 1.93 മടങ്ങാണ് വർദ്ധിച്ചത്. ഇത് 2011-16 കാലത്തെ കണക്ക്. എന്നാൽ 2016-21 കാലയളവിൽ LDF ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 5 വർഷക്കാലം, ആ ഘട്ടത്തിൽ ഈ കടബാധ്യത 1.93 മടങ്ങ് അതിൽ നിന്ന് കൂടുകയല്ല ചെയ്തത്, അതിൽ നിന്ന് കുറയുകയാണ് ഉണ്ടായത്. 1.86 മടങ്ങായി കുറയുകയുണ്ടായി. ഇത് പിന്നീടുള്ള 2021-26 വർഷമായപ്പോൾ ആ കാലയളവിൽ ആ 1.86 നിന്ന് വീണ്ടും ചുരുങ്ങി 1.6 മടങ്ങായി കുറയുന്ന നിലയുണ്ടായി. UDF ധവളപത്രം കള്ളത്തരങ്ങളും നുണകളും കുത്തി നിറച്ചതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രശ്നങ്ങളെല്ലാം LDF സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇത് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമാണ്. 2016 മുതൽ 26 വരെയുള്ള ആ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ധനദൃഢീകരണ ഉദ്യമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ മുഴുവനായി താറടിക്കാനുള്ള ശ്രമമാണ്. തനത് വരുമാനത്തിലും LDF സർക്കാരിന്റെ കാലത്ത് വർധനവുണ്ടായിട്ടുണ്ട്. 2021-26 കാലയളവിൽ തനത് വരുമാനം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു. നികുതി വരുമാനത്തിൽ വലിയ കെടുകാര്യസ്ഥത LDF വരുത്തിയെന്നും UDF പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നികുതി പരിഷ്കാരങ്ങൾ മൂലമുണ്ടായ ആഘാതങ്ങളെ വരെ മറികടന്നാണ് LDF മുന്നോട്ടുപോയത്. ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധങ്ങളെ അടക്കം UDF സർക്കാരിന്റെ ധവളപത്രം ബോധപൂർവം മറച്ചുവെച്ചുവെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെയെല്ലാം പൊതുജനത്തിന് മുൻപിൽ തുറന്നു കാണിക്കാനാണ് CPIM ബദൽ ധവളപത്രം പുറത്തിറക്കിയത്. AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.